നമസ്കാരം. വടകരയിൽ തെരഞ്ഞെടുപ്പ് അംഗം മുറുകുമ്പോൾ സൈബർ ആക്രമണവും സജീവ ചർച്ചയാവുകയാണ്. വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച സംഭവത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. ന്യൂ മാഹി പഞ്ചായത്തിലെ ഭാരവാഹിയായിട്ടുള്ള അസ്ലാമിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മങ്ങാട് സ്നേഹതീരം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അസ്ലാം വ്യാജ പ്രചരണം നടത്തിയെന്നതാണ് പരാതി. ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം അസ്ലാമിൻ്റെതാണ് എന്ന് കണ്ടെത്തിയതായി ഇപ്പോൾ പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിലിനെതിരെ KK ശൈലജ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രി, DGP, ജില്ലാ കളക്ടർ എന്നിവർക്കാണ് ശൈലജ കഴിഞ്ഞ ദിവസം പരാതി നൽകിയത്. ഷാഫിയുടെ അറിവോടുകൂടി തന്നെയാണ് ഈ സൈബർ ആക്രമണങ്ങൾ എന്നാണ് ശൈലജ പരാതിയിൽ പറയുന്നത്. അതായത് ഫോട്ടോ മോർഫ് ചെയ്തും സംഭാഷണം എഡിറ്റ് ചെയ്തും വ്യാജ പ്രചരണം നടത്തുകയാണ് എന്നുള്ളതാണ്. തേജോവധം നടത്തുവാനുള്ള വലിയ പ്രചരണം നടത്തുന്നു UDF എന്നുള്ളത്. പോലീസിൽ വലിയ പരാതി നൽകിയിരിക്കുകയാണ്. സത്വര നടപടി ഉണ്ടായിട്ടില്ല എന്നും ജനങ്ങളുടെ അംഗീകാരത്തിൽ വിറളി പൂണ്ട UDF സ്ഥാനാർത്ഥി വളഞ്ഞ വഴിയിലൂടെ ആക്രമിക്കുകയാണ് എന്നാണ് ശൈലജയുടെ വാദം. സമൂഹ മാധ്യമ പേജിലൂടെ മോശം ചിത്രങ്ങളും വീഡിയോയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ലെറ്റർ പാഡ് വളരെ കൃത്യമായി ഉണ്ടാക്കി ടീച്ചറമ്മയല്ല ബോംബമ്മ എന്ന് വിളിക്കണമെന്ന് എഴുതി പ്രചരിപ്പിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. ഓൺലൈൻ മാധ്യമങ്ങളുടെ പേരിലും വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രചരണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടുള്ള പ്രചരണത്തിനെതിരെ സത്വരമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്ന പരാതിയിൽ ശൈലജ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന അധിക്ഷേപമൊക്കെ ആ അധിക്ഷേപം നിറഞ്ഞതും അപകീർത്തികരമായിട്ടുള്ള ആക്രമണത്തിനെതിരെ വാർത്താ സമ്മേളനത്തിൽ വളരെ വൈകാരികമായിക്കൊണ്ട് ശൈലജ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുമൊക്കെ പരാതി നൽകുകയും ചെയ്തിരുന്നു. സംഭവം ഷാഫി പറമ്പിലും UDFും ഒക്കെ നിഷേധിക്കുമ്പോഴും സൈബർ ആക്രമണം സജീവമായ ചർച്ചാ വിഷയമാക്കുകയാണ് LDF. കഴിഞ്ഞ ദിവസം സൈബർ ആക്രമണത്തിനെതിരെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും നടന്നിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് KK ശൈലജയ്ക്കെതിരെയുള്ള അല്ലെങ്കിൽ KK ശൈലജയ്ക്ക് നേരെയുള്ള സൈബർ ആക്രമണം UDF നേതൃത്വമോ വടകരയിലെ സ്ഥാനാർത്ഥിയോ അറിയാതെ നടക്കില്ല എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള MV ഗോവിന്ദൻ അടക്കം പ്രതികരിക്കുന്നത്. KK ശൈലജയ്ക്കെതിരെ നവമാധ്യമങ്ങളിൽ വ്യാപകമായി അശ്ലീലം പ്രചരിപ്പിച്ചതിനെക്കുറിച്ച് തൊടുപുഴയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഈ MV ഗോവിന്ദൻ. എൻ്റെ വടകര KL18 എന്ന പേജിലാണ് ഏറ്റവും കൂടുതൽ അശ്ലീലം പ്രചരിപ്പിച്ചത്. സ്വന്തം ഐഡികളിൽ നിന്നാണ് UDF പ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുകയും ചെയ്യുന്നത്. നേതൃത്വം ഒപ്പമുണ്ടെന്ന ബലത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് എന്നും രാഷ്ട്രീയമായി നേരിടാൻ കഴിയാതെ വരികയും ശൈലജയുടെ വിജയം ഉറപ്പാക്കുകയും ചെയ്തതോടെ ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കുന്നു എന്നുകൂടി പറയട്ടെ. അശ്ലീലം പ്രചരിപ്പിച്ച് സൈബർ ആക്രമണം നടത്തുവാനുള്ള UDF ശ്രമം കേരളത്തിൽ വിലപ്പോകില്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അശ്ലീല പ്രചാരണത്തിന് പിന്നിൽ ചില മാധ്യമങ്ങളുടെ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ കൂടിയുണ്ട്. UDF സ്ഥാനാർത്ഥി സൈബർ ആക്രമണത്തിനായി പ്രത്യേക സംഘത്തെ തന്നെ വടകരയിൽ ഇറക്കിയിട്ടുണ്ട് എന്നുകൂടി പറയാതിരിക്കാൻ കഴിയില്ല എന്നും കേരളത്തിൽ LDF ഏറ്റവും ആദ്യം ജയിക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് വടകരയായിരിക്കുമെന്നും MV ഗോവിന്ദൻ വല്ലാത്ത ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അംഗം മുറുകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങൾ ചൊരിയുക എന്നുള്ളത് സ്വാഭാവികമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ജനമധ്യത്തിൽ ആൾക്കാരെ വലിച്ചു കീറുന്ന തരത്തിലുള്ള വ്യക്തിഹത്യ നടത്തപ്പെടുന്നത്, അത് ഷാഫി പറമ്പിലിനെതിരെയാണെങ്കിലും അത് ശൈലജയ്ക്കെതിരെയാണെങ്കിലും ഇനി പ്രഫുൽ കൃഷ്ണനെതിരെയാണെങ്കിലും നടത്തുന്നത് ആര് നടത്തിയാലും അത് വൃത്തികേട് തന്നെയാണ്, തെണ്ടിത്തരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക. വടകരയിൽ ഇതുപോലെ അംഗം മുറുകിയെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സൈബർ ആക്രമണങ്ങൾ കൂടുകയാണ്. KK ശൈലജയെ എതിർക്കുവാൻ കെൽപ്പുണ്ടെങ്കിൽ, അതിന് കഴിവുണ്ട് എന്ന് ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്രമാത്രം. വടകരയിലെ തിരഞ്ഞെടുപ്പ് അംഗത്തിന് ശാരീരികക്ഷമത പരിശോധിക്കലല്ല, അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പിലും അക്രമമുണ്ടാക്കി വിജയിക്കലല്ല, പകരം ആരോഗ്യപരമായിട്ടുള്ള മത്സരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ചെയ്ത നേട്ടങ്ങൾ വിളിച്ചു പറയുവാനുണ്ടെങ്കിൽ അത് എണ്ണി വിളിച്ചു പറയുക. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ UDFുകാർ വിളിച്ചു പറയുക. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് LDFുകാർ വിളിച്ചു പറയുക. അങ്ങനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത് നുണകളല്ല എങ്കിൽ അത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യും. ഒന്നും ചെയ്യാതെ ഭരണവിരുദ്ധ വികാരമുണ്ടാകുമ്പോൾ അതിനെതിരെ സമൂഹ മാധ്യമങ്ങളെ ആശ്രയിച്ച് മറ്റുള്ളവരെ തേജോവധം ചെയ്യാൻ നടത്തുന്നത് അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും തെറ്റാണ്. വടകരയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അംഗം മുറുകുന്നത്? ഇത് സമൂഹ മാധ്യമങ്ങളിൽ എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്. ഇത് സമൂഹ മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള അശ്ലീല പ്രയോഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നുണ്ട്, ഇനി ഓൺലൈൻ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് പലതരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള വാർത്തകൾ നൽകിയാൽ എന്താണ് ഗുണമെന്ന് കൂടി മനസ്സിലാക്കുക. വ്യാജ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടെത്തുക.
വ്യാജ വാർത്തകൾ നൽകി കെ ശൈലജയാണെങ്കിലും ഷാഫി പറമ്പിലിനെ ആണെങ്കിലും പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ഒന്നുകിൽ അവരോടൊപ്പം ഉള്ളവർ തന്നെയാണ്, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നവർ തന്നെയാണ്. ആരോ ഒരാൾ ഇതിനുവേണ്ടി കൃത്യമായി പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. അതുകൊണ്ട് ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ കെ ശൈലജയോ ആരാണെങ്കിലും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകപ്പെടുന്നവർ, അവർക്കെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സൈബർ ആക്രമണങ്ങൾക്ക് പകരം നിങ്ങൾ ജനങ്ങളുടെ മനസ്സറിയുവാനുള്ള ശ്രമം നടത്തൂ. വടകരയിലെ ജനങ്ങളോടൊപ്പം നിൽക്കുവാനുള്ള ശ്രമം നടത്തൂ. പരാജയപ്പെടുത്തുന്നതിന് പകരം ആ പരാജയപ്പെടുത്തുന്നതിനപ്പുറം നമുക്ക് വിജയിക്കുവാനുള്ള തന്ത്രം മെനയും. അതിന് ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളല്ല നടത്തേണ്ടത്. സൈബർ ആക്രമണങ്ങളിൽ അശ്ലീല പദപ്രയോഗങ്ങളിൽ നടത്തേണ്ടത്. പകരം നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, നട്ടലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ സൈബർ ആക്രമണം നടത്തുന്ന അന്തംഗമ്മികൾക്കോ അതുപോലുള്ളവർക്കോ ഒരിക്കലും അത്തരത്തിലുള്ള നട്ടൽ കാണില്ല. കാരണം അവരെല്ലാം ഈ സമൂഹ മാധ്യമങ്ങളിൽ ഒളിച്ചിരുന്ന് പടവെട്ടുന്നവരാണ്. പകരം ജനങ്ങളെ നേരിട്ട് കണ്ട് അവരോട് സംവദിക്കുവാൻ കഴിവുള്ള സ്ഥാനാർത്ഥികളാണ് ഈ രണ്ടുപേരും, ഷാഫി പറമ്പിലാണെങ്കിലും കെ ശൈലജയാണെങ്കിലും. അതുകൊണ്ട് നേരിട്ട് തുറന്നു പറഞ്ഞ് നിങ്ങളുടെ വോട്ട് കരസ്ഥമാക്കുവാൻ അസത്യ പ്രചരണങ്ങൾ മാറ്റിവെച്ച് സത്യസന്ധമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. ഇല്ലാതെ സൈബർ ആക്രമണം നടത്തിയതുകൊണ്ടോ സൈബർ ലോകത്ത് അശ്ലീല പദപ്രദർശനങ്ങൾ നടത്തിയതുകൊണ്ടോ ഒരിക്കലും ആരും വിജയിക്കാൻ പോകുന്നില്ല. അത് ഷാഫി ആണെങ്കിലും ശൈലജയാണെങ്കിലും.